السلام على سيد المرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതർ, നല്ലവരായ സഹോദര സഹോദരിമാർ, വളരെ വിശുദ്ധമായ ഒരു മജ്‌ലിസിൽ ആത്മീയ അനുഭൂതി ലഭിക്കണം എന്ന ഒരേ ലക്ഷ്യത്തോടെ കാലങ്ങളായി ഒത്തുകൂടാറുള്ള ഒരു സമൂഹമാണ് ഈ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ധാരാളം ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുകയും പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടുകയും ദുന്യവിയും ഉഖ്റവിയുമായ ധാരാളം ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരാത്മീയ മജ്‌ലിസായി നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മജ്‌ലിസിൽ വളരെ പ്രമുഖരായ സാദാത്തുക്കളും പണ്ഡിതന്മാരുമൊക്കെ നിലനിൽക്കെ ദീർഘമായി സംസാരിക്കേണ്ടതില്ല, സംസാരിക്കാവുന്നതല്ല. മറിച്ച് സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നാം ഇവിടെ ചൊല്ലാനിരിക്കുന്ന തഅജീലുൽ ഫുതൂഹ്, അതിനാമുഖമായി സയ്യിദു ശുഹദാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ തബറക്ക് കൂടി നമുക്ക് ലഭിക്കാൻ ഏതാനും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സയ്യിദു ശുഹദാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു, ആ പേര് കേരളീയ സമൂഹത്തിനും ലോകത്തിനും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ലോകത്ത് എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെയൊക്കെയും വളരെ ആദരപൂർവം ബഹുമാനപൂർവം കാലാകാലങ്ങളിൽ അനുസ്മരിക്കപ്പെടും വിധം ജീവിതത്തെ അടയാളപ്പെടുത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദു ശുഹദാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ 2 വയസ്സു കൂടുതൽ പ്രായമുള്ള പുന്നാര നബി തങ്ങളുടെ എളാപ്പ ആയി വരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെയും ഹാലയുടെയും മകനായ അറേബ്യൻ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഖുറൈശി കുടുംബത്തിലെ വളരെ പ്രമുഖരിൽ എന്നും എണ്ണപ്പെട്ട വലിയ വ്യക്തിത്വമായിരുന്നു ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. സുവൈബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മുല കുടിക്കുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുലകുടി ബന്ധത്തിൽ സഹോദരനായി വരുന്ന മഹാനവർകൾ ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിക്കുവാനും കുട്ടിക്കാലം മുതൽ നബി തങ്ങൾക്കുള്ള പ്രത്യേകതകൾ നേരിട്ട് മനസ്സിലാക്കുവാനും ധാരാളം അവസരം ലഭിച്ച മഹാനവർകളാണ്. പുന്നാര നബി തങ്ങളോടൊപ്പം നബി തങ്ങളുടെ നുബുവത്ത് പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും സായുധമുറകളിൽ നൈപുണ്യം ലഭിച്ചത് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയുമൊക്കെ ചെയ്ത പരസ്പര ബന്ധം എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ധാരാളമായി അവസരങ്ങൾ മഹാനവറുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നുബുവത്ത് പരസ്യപ്പെടുത്തുന്നതോടെ
ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പലരും മനസ്സിൻ്റെ ഉള്ളിൽ ഇസ്ലാം വേരൂന്നിയിട്ട് പോലും അത് പരസ്യപ്പെടുത്താൻ സാമ്പത്തികവും അധികാരപരവുമായ കാരണങ്ങൾ കൊണ്ട് വിമ്മിഷ്ടപ്പെട്ട് നിന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹും മാറി നിന്നു. എങ്കിലും അക്കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളമായി സഹായിക്കുക കൂടി ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വർഷക്കാലം ദാറുൽ അർഖമിൽ വളരെ രഹസ്യമായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തി എന്ന് നമുക്കറിയാം. 3 വർഷം കൊണ്ട് 40 പേര് മാത്രമാണ് ഇസ്ലാം അക്കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ തയ്യാറായത്. ആ 40 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാലഘട്ടമെന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ദുർഘടവും വേദന നിറഞ്ഞതും സങ്കടകരവുമായ കാലഘട്ടമാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു തന്നെ പുറത്തിറങ്ങി നടക്കാനും കഅബ ഷരീഫ് പരീക്ഷണം ചെയ്യാനും അനുവാദം ലഭിക്കാത്ത ഒരു കാലഘട്ടം. സ്വന്തം നാട്ടിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് എല്ലാവരെയും പോലെ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം. എവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടിയാലും പരിഹസിക്കുവാനും ആക്രമിക്കുവാനും കല്ലെറിയുവാനും തയ്യാറായി നിന്ന ഒരു സമൂഹം അള്ളാഹുവിൻ്റെ ഹബീബിനെ ലഭിക്കുന്ന അവസരങ്ങളിൽ മുഴുവനും ഭീഷണിപ്പെടുത്തുകയും അവഹേളിക്കുകയും ധാരാളമായി പ്രതിരോധത്തിലാക്കുകയും ചെയ്ത ഒരു സമൂഹം. ആ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിമായി പരസ്യപ്രഖ്യാപനം നടത്താത്ത കാലഘട്ടത്തിൽ പോലും സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. ആ ഒരു വലിയ അനുകൂലമായ ഘടകം തന്നെയാണ് ഹംസ റളിയല്ലാഹുവിൻ്റെ കൽബിലേക്ക് അള്ളാഹു ഇസ്ലാം എത്തിക്കുവാനും കാരണമായത്. ഞാനത് വിശദീകരിച്ചു പറയേണ്ട ഒരു വിഷയമാണെങ്കിലും സമയത്തിൻ്റെ പരിമിതി പരിഗണിച്ച് മെല്ലെ തൊട്ടു തടവി കടന്നു പോവുകയാണ്. ഹംസ റളിയല്ലാഹുവിന് ഒരു തവണ വേട്ട കഴിഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഹംസ റളിയല്ലാഹുവിന് സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്നത് നേരെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം കഅബയുടെ ചാരത്ത് വരും, പരിശുദ്ധ കഅബ തവാഫ് ചെയ്യും, എന്നിട്ട് ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആ കൂടി നിൽക്കുന്ന ആളുകളോടൊക്കെ സൗമ്യമായി സംസാരിക്കും. അങ്ങനെ എല്ലാ നാട്ടുകാരുടെയും കാര്യങ്ങളിൽ ഇടപെട്ടതിൻ്റെ ശേഷം സർവാംഗീകൃതനായിരുന്ന സൽസ്വഭാവിയായിരുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ഒരു തവണ ബഹുമാനപ്പെട്ടവർ വരുമ്പോൾ തൻ്റെ കടന്നു പോകുന്ന വഴിയോരത്തിൽ സഫാ കുന്നിൻ്റെ താഴ്വാരത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചു, ബഹുമാനപ്പെട്ടവരെ, അല്ലയോ ഹംസ, നിങ്ങളുടെ നേരെ സഹോദരൻ്റെ പുത്രനല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അതെ. എന്താ നിങ്ങളങ്ങനെ ചോദിക്കാൻ കാരണം? ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂജഹിൽ എത്ര ക്രൂരമായിട്ടാണ് പരിഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്തത് നിങ്ങൾ കണ്ടോ? ഈ കാണുന്ന കുന്നിൻ്റെ താഴ്വാരത്ത് ഞാൻ നിൽക്കുമ്പോൾ അബൂജഹൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കുന്നത് ഞാൻ കണ്ടു. അബൂജഹലിൻ്റെ അന്നത്തെ പേര് അബുൽ ഹക്കം എന്നാണ്. വലിയ ബുദ്ധിജീവി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ ബുദ്ധിജീവിയായി അറിയപ്പെട്ടിരുന്ന ആ മഹാപണ്ഡിതൻ തന്നെ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന അദ്ദേഹം അള്ളാഹുവിൻ്റെ ഹബീബിനെ ക്രൂരമായി ആക്രമിച്ച രംഗങ്ങൾ ആ പെൺകുട്ടി ഭംഗിയായി ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കുമ്പോൾ ഹംസ റളിയല്ലാഹുവിൻ്റെ മുഖം തുടുത്തു വന്നു, അത് ചുകന്നു വന്നു. ദേഷ്യമടക്കി പിടിച്ച് നേരെ കഅബ ഷരീഫിൻ്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. കഅബ ഷരീഫ് പ്രദക്ഷിണം ചെയ്യാൻ ഒരുങ്ങുന്നു. ആ സമയത്താണ് അബൂജഹലും കൂട്ടരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കാണുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ എത്തിയിട്ടുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഹംസ റളിയല്ലാഹു അൻഹു നേരെ അബൂജഹലിനെയും ടീമിനെയും കണ്ടതേ ഉള്ളൂ, മറ്റൊന്നും ആലോചിച്ചില്ല. നേരെ ചെന്ന്
അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ എൻ്റെ എളാപ്പയുടെ മകനെ, എൻ്റെ സഹോദരൻ്റെ മകനെ നീ ആക്രമിച്ചോ എന്ന് ചോദിക്കുകയും അടിക്കുകയും ചെയ്തു. വളരെ ശക്തമായി ആഞ്ഞടിച്ചു എന്ന് മാത്രമല്ല, ശത്രുവിൻ്റെ തലയിൽ വലിയ മുറിവേൽക്കുക പോലും ചെയ്തു. അതോടുകൂടി ആളുകളൊക്കെ തടിച്ചുകൂടി. സ്വാഭാവികമാണല്ലോ, ഒരു പ്രശ്നം നടക്കുകയാണ്, ചില്ലറക്കാർക്കിടയിലല്ല പ്രശ്നം നടക്കുന്നത്. ഒരു ഭാഗത്ത് ഹംസയാണ്, മറുഭാഗത്ത് അബൂലഹബാണ്. രണ്ടുപേര് കൂടി നിന്നുകൊണ്ട് വളരെ ശക്തമായ ഒരു പോരാട്ടത്തിൻ്റെ തുടക്കം കുറിക്കുകയാണെന്ന് കാണുമ്പോൾ അബൂജഹൽ വലിയ ബുദ്ധിജീവിയാണ്. അയാൾ പറഞ്ഞു, ഇപ്പോ ഹംസയുടെ വാക്കുകൾ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അത് വലിയ നഷ്ടമാണ് നമുക്ക്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഒരു സംഘർഷമില്ലാതിരിക്കണം. അതുകൊണ്ട് ശാന്തത വരുത്താൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ വളരെ ക്രൂരമായി ആക്രമിച്ചു. അദ്ദേഹം ചോദ്യം ചെയ്തു എന്നത് സ്വാഭാവികം. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഹംസയെ വെറുതെ വിട്ടോളൂ. ഇത് പറയുമ്പോൾ ഹംസത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ പുത്രനെ ആക്രമിച്ചത് എന്തിൻ്റെ പേരിലാണ്? അദ്ദേഹം എന്തെങ്കിലും അബദ്ധം ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒന്നും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ലല്ലോ. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യവചനങ്ങൾ, സത്യവാക്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഷഹാദത്ത്, അതാണ് നിങ്ങളെ അദ്ദേഹത്തിനെതിരിൽ തിരിച്ചുവിടുന്നതെങ്കിൽ പരസ്യമായി ഞാനിതാ പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ പ്രഖ്യാപനം ഇതാ ഞാൻ പരസ്യമായി നിങ്ങളെ മുന്നിൽ പറയുന്നു. ആർക്കെങ്കിലും തടുക്കാൻ കഴിയുമെങ്കിൽ, എതിർക്കാനാവുമെങ്കിൽ ഉമ്മയ്ക്ക് പിറന്നവർ കടന്നു വന്നോളൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മക്ക ഒന്ന് കിടുകിടുത്തുപോയി. ആർക്കും പ്രതികരിക്കാൻ തോന്നുന്നില്ല. കാരണം ചോദിക്കുന്നത് ഹംസയാണ്. ഹംസയുടെ പ്രാവീണ്യത്തെക്കുറിച്ച്, ഹംസ റളിയല്ലാഹുവിൻ്റെ സാമൂഹിക അംഗീകാരത്തെക്കുറിച്ച്, ഹംസ റളിയല്ലാഹുവിൻ്റെ ധൈര്യത്തെക്കുറിച്ച് ഒക്കെ അനുഭവിച്ചു ബോധ്യമുള്ള കുടുംബക്കാരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു വളരെ പരസ്യമായ പ്രഖ്യാപനം നടത്തിയത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിനോട് ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്ന മഹബത്താണ്. അത് പുന്നാര നബി തങ്ങൾ എന്ന പേരിൽ രൂപപ്പെട്ടു വന്ന മഹബത്തല്ല, ജ്യേഷ്ഠൻ്റെ മകൻ എന്ന പേരിൽ മാത്രം രൂപപ്പെട്ടു വന്നതും കളിക്കൂട്ടുകാരൻ എന്ന രൂപത്തിൽ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതും ധാരാളം അത്ഭുതങ്ങൾ നബിത്തങ്ങളിൽ നിന്ന് അനുഭവിച്ച സ്നേഹവാശ്യയും എല്ലാം കൂടി ചേർന്നിട്ടാണ് അവിടുന്ന് ഈ പ്രഖ്യാപനം നടത്തിയത്. ആരും ഒരക്ഷരം മിണ്ടിയില്ല. എല്ലാവരും നിശബ്ദരായി നിൽക്കുമ്പോൾ കഅബ തവാഫ് ചെയ്ത് ഒരു വെല്ലുവിളിയിലൂടെ നേരെ ഹംസ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോവുക. സമയം ഇരുട്ടിയിരിക്കുന്നു. ഹംസ റളിയല്ലാഹുവിൻ്റെ മനസ്സ് പെടുകയാണ്. എൻ്റെ വാപ്പമാർ, എൻ്റെ പാപ്പമാർ, എൻ്റെ കുടുംബക്കാർ ആരാണ്? മക്കയിലെ പ്രമുഖർ, മക്കയിലെ ഭരണാധികാരികൾ, സവർണർ, മക്കയിൽ സർവാംഗീകൃതർ, എല്ലാവരാലും ആദരിക്കപ്പെടുന്നവർ, പ്രശ്നപരിഹാരങ്ങളുടെ അത്താണിയായി ജനങ്ങൾ സ്വീകരിക്കുന്നവർ. അതിലേറ്റവും പ്രമുഖനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് ഞാൻ ഈ ഒരു പുതിയ മതത്തിലേക്ക്, എൻ്റെ കുടുംബങ്ങളുടെ ദേവങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് ഞാൻ പുതിയൊരു മതത്തിലേക്ക് കടന്നു പോകുന്നത് ശരിയാണോ? ഒരു ഭാഗത്ത് അങ്ങനെ ചിന്തകൾ മനസ്സിനെ കുടുംബ പാരമ്പര്യത്തിൻ്റെ പേരിൽ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് സത്യം തന്നെയല്ലേ? യാഥാർത്ഥ്യമല്ലേ? നീതിയല്ലേ? അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വചനങ്ങളിൽ ഏതിനെയാണ് എതിർക്കാൻ കഴിയുക? സംഘർഷഭരിതമായ അന്യോന്യമുള്ള ചിന്തകൾ കൊണ്ട് നേരം വെളുപ്പിക്കാൻ പാടുപെട്ട് രാവിലെ എണീറ്റ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, നിന്റെ സത്യവാക്യം ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതാണ് ശരിയായ വഴിയെങ്കിൽ അതെൻ്റെ മനസ്സിൽ നീ ഉറപ്പിച്ചു തരണം. ഇല്ല എങ്കിൽ ഞാൻ എത്തിപ്പെട്ട ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച് കഅബയുടെ ചാരത്ത് വന്ന് മനസ്സു തുറന്നു ദുആ ചെയ്തിട്ട് അവിടുന്ന് നേരെ ദാറുൽ അർഖമിലേക്ക് ചെന്നു. ഹബീബായ തങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, മുഹമ്മദ്, ഞാൻ വല്ലാത്തൊരു പ്രയാസത്തിലാണ്, എൻ്റെ മനസ്സ് സംഘർഷഭരിതമാണ്, എവിടെയാണ് നിൽക്കേണ്ടത് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നീ എന്തൊക്കെയാണ് ലോകത്തോട് പറയുന്നതെന്ന് കൃത്യമായി വിശദീകരിച്ചു തരുമോ? ഞാനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ പൂർണ്ണമായുമെന്ന്. അല്ലാഹുവിൻ്റെ ഹബീബ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ച കൂട്ടുകാരനെ ചാരത്ത് കിട്ടിയപ്പോൾ നല്ല ബുദ്ധിജീവിയായ ആ സഹോദരനെ ചോർത്തു നിർത്തിയിട്ട് പുന്നാര നബി തങ്ങൾ ഭക്ഷ്യമധുരമായി എന്താണ് ഇസ്ലാം,
ഇസ്ലാമിൻ്റെ സ്നേഹവത്തായ മുഖം, ഇസ്ലാമിൻ്റെ കാരുണ്യ ദർശനം, ഇസ്ലാമിൻ്റെ ശാസ്ത്രീയ കാഴ്ചപ്പാട്, ഇസ്ലാമിൻ്റെ സാമൂഹികമായ ചിന്താധാരകൾ, അങ്ങനെ തുടങ്ങി ഇസ്ലാമിലേക്കൊരു മനുഷ്യനെ ആകർഷിക്കാൻ ഉപയുക്തമായ ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ പഠിപ്പിക്കുന്ന മനുഷ്യത്വപരമായ കാഴ്ചപ്പാടുകളെ വളരെ ഭംഗിയായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഭാഷയിലങ്ങ് അവതരിപ്പിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ധാരാളമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ പൂർണ്ണമായും ഹബീബിൻ്റെ നാവിൽ നിന്നങ്ങ് കേൾക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഒരൊറ്റ പ്രഖ്യാപനമാണ്: തീർച്ചയായും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വലിയ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സകലതും ലഭിക്കുക എന്നതും, എന്നിട്ട് ഞാൻ എൻ്റെ കുടുംബങ്ങളുടെ പഴയ മതത്തിൽ നിൽക്കുക എന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത് മുഴുവനും നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കൂടെ സത്യമതത്തിൽ നിൽക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നതിനെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മനസ്സിൽ ഈ സത്യത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്നു പറഞ്ഞിട്ട് അവിടുന്ന് ചോദിച്ചു, എങ്കിൽ നമുക്ക് ഇസ്ലാമിനെ പരസ്യപ്പെടുത്തിക്കൂടെ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഹംസ, സമയമായില്ല, നമുക്ക് നിർദ്ദേശങ്ങൾ വരണം. സ്വാഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റിയവരല്ല നമ്മൾ അല്ലാഹുവിൻ്റെ അടിമകളാണ്. ആ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ, ഏറെ വൈകിയില്ല. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. സമയം വൈകുന്നതുകൊണ്ട് ഞാനതിലേക്ക് കയറുന്നില്ല. പക്ഷേ അവിടെ നമ്മൾ സ്മരിക്കേണ്ട ഒരു വചനമുണ്ട്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മഹാൻ അർക്കം തങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലെത്തി. ഒരു ഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹു നിന്നു ഫാദിലിൻ്റെ, മറുഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു നിന്നു. രണ്ടുപേരും നബി തങ്ങളോട് പറഞ്ഞു, ഉമറാണ് വരുന്നത്, അറേബ്യൻ ലോകത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനാണ് വരുന്നത്, എന്തും ചെയ്യാൻ തയ്യാറുള്ള മാനസികാവസ്ഥയുള്ള ആളാണ്. അറേബ്യൻ ലോകത്തിലെ ഉരുക്കു മനുഷ്യൻ കടന്നു വരുമ്പോൾ അത് നന്മക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാനും ഉമറും ഒരുമിച്ച് ഭൂമി ലോകത്ത് ബാക്കിയുണ്ടാവില്ല നബിയെ എന്ന് ഹബീബിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ മഹാൻ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ. നബി തങ്ങൾ പറഞ്ഞതുപോലെ കതക് തുറന്നപ്പോഴേക്ക് ചാടി വീണു. തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് വിടൂ, ഹംസ അവർ കടന്നു വന്നോട്ടെ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലൂടെ ഹബീബിനെ തിരിച്ചറിഞ്ഞ, ഹബീബിൻ്റെ ആത്മീയ പരിവേഷത്തെ മനസ്സിലാക്കിയ മഹാനവർകൾ അന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം വളരെ പാവമായി നിന്ന് ഹബീബിൻ്റെ മുന്നിൽ ഷഹാദത്ത് ഉച്ചരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ആവശ്യമുള്ള ഇടങ്ങളിലൊക്കെ തൻ്റെ ഷജാഅത്ത്, തൻ്റെ ധീരത പ്രകടിപ്പിച്ചുകൊണ്ടാണ് സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തിലേക്ക് വരുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ മതം സത്യമല്ലേ നബിയെ? ആണ്. എങ്കിൽ എന്തുകൊണ്ട് ലോകത്തോട് ഇത് പറഞ്ഞുകൂടാ? അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഉമർ, നിങ്ങൾക്കതിന് ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, സമ്മതം തന്നിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, ഉഹദിന്റെ വികാരഭരിതമായ രംഗത്തും സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാത്തവരൊക്കെ ചോദിച്ചപ്പോൾ നിശബ്ദരായിരിക്കുന്നു എന്ന് പറയുന്ന നബി തങ്ങൾ, ഉമർ, നിങ്ങൾക്കത് പറയാം എന്ന് പറഞ്ഞ എത്രയോ ഇടങ്ങളുണ്ട്. കാരണം ഉമറിന്റെ നാവിൽ അല്ലാഹു സത്യം വച്ചിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, എങ്കിൽ പുറത്തിറങ്ങാം. ആദ്യത്തെ ഇസ്ലാമിലെ പ്രകടനം വിശുദ്ധ കഅബയുടെ ചാരത്തേക്ക് 40 മെമ്പർമാരിലെ പുരുഷന്മാർ മാത്രം കടന്നു വരുന്ന ആ പ്രകടനത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അലി തങ്ങളാണെങ്കിൽ മറ്റേ ഭാഗത്ത് ശത്രുസേനയുടെ മുഖത്ത് നോക്കി ഉറക്കെ വിളിച്ചുകൊണ്ട് തക്ബീർ ഉയർത്തുന്നത് സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആണ്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമികമായ പ്രഖ്യാപനങ്ങളുടെ ധൈര്യമായ ഒരുപാട് ഏടുകൾ ഇടക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ സമയം പരിമിതമാണ്. നമ്മൾ വാഴ കേൾക്കാൻ വന്നവരല്ല. സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ തഹ്ജീൽ ഫുതുഹിൽ പങ്കെടുത്ത് ദുആ ചെയ്യാൻ വന്നവരാണ്. അതുകൊണ്ട് വിശദമായ ചർച്ചകളും പ്രസംഗങ്ങളൊക്കെ നമുക്ക് മറ്റൊരു സമയത്തേക്ക് നീക്കി വെക്കാം. സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ മക്ക വിട്ടു പോകുന്ന ആദ്യത്തെ സംഘത്തിൽ തന്നെയുണ്ട്. ഹിജറ തെരഞ്ഞെടുക്കുന്നത് പേടിച്ചോടിയത് കൊണ്ടല്ല. പല സ്വഹാബികളും മക്ക വിട്ടു പോകുന്നത് പേടിച്ചോടിക്കൊണ്ടല്ല.
അതുകൊണ്ടല്ലേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബയുടെ ചാരത്ത് പോയി അറേബ്യൻ ഖുറൈശികളെ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ് മദീനയിലേക്ക്, ധൈര്യമുണ്ടോ എന്നെ തടുക്കാൻ? ഒരു കുട്ടിയും മിണ്ടാതിരുന്നപ്പോ ജബൽ ഉമറിന്റെ മുകളിൽ കയറി രണ്ടാമതും വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആർക്കെങ്കിലും എന്നെ തടയാൻ ധൈര്യമുള്ളവർ മക്കയിൽ അവശേഷിക്കുന്നുവെങ്കിൽ ഈ മലയുടെ താഴ്വോരത്തേക്ക് വരൂ, നമുക്കത് തീരുമാനമാക്കിയിട്ടേ ഞാൻ മദീനയിലേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ പേടിച്ചരണ്ട് പോയവരല്ല അവർ. പക്ഷേ സത്യത്തിന്റെ വിജയത്തിനും സത്യത്തിന്റെ വളർച്ചയ്ക്കും ആവശ്യമുള്ള വളക്കൂറുള്ള ചില അന്തരീക്ഷങ്ങളുണ്ട്. ആ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഇവിടം വിട്ടുപോയേ മതിയാവുകയുള്ളൂ. കലാകാലങ്ങളിൽ വരുന്ന ഇസ്ലാമിക ഉമ്മത്തിന് വലിയ പാഠങ്ങളിലൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ ടീമിൽ തന്നെ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ ഹംസ റളിയല്ലാഹു അൻഹു നിർണായക രംഗങ്ങളിലൊക്കെ ഹബീബിൻ്റെ വലിയൊരു സംരക്ഷകനായി കൂടെ നിന്ന് നമുക്ക് കാണാം. അതിൽ നമ്മളെപ്പോഴും ഓർക്കുന്നതാണ് ബദറിൻ്റെ ചരിത്രം. ബദറിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമായ വെള്ളക്കെട്ടിൽ നിന്ന് വെള്ളമെടുക്കാൻ വന്ന് അസ്വദ് വെല്ലുവിളിക്കുന്ന സമയത്ത് ആ അസ്വദിന്റെ മുഖത്ത് നോക്കി ചീറി അടുത്ത് നിന്നത് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഭാഗങ്ങൾ നമ്മൾ പാടിയും പറഞ്ഞും ധാരാളം ഓർമ്മ വെച്ചവരാണ്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിൽ ഒരു സംഘർഷമുണ്ടാവണ്ട, ഒരു രക്തച്ചൊരിച്ചിലുണ്ടാവണ്ട. മാനവികതയാണ് ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്താൻ ഹബീബ് 500 കിലോമീറ്റർ ദൂരേക്ക് മാറി താമസിച്ചിട്ടെങ്കിലും യുദ്ധങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത സമാധാനപരമായി ഇസ്ലാമിനെ കാഴ്ചവെക്കാൻ ആഗ്രഹിച്ചു നടത്തിയ പ്രവർത്തനങ്ങളെ പോലും വെല്ലുവിളിച്ച് അവിടെയും വന്ന് ഇസ്ലാമിക ഉമ്മത്തിനെ നശിപ്പിക്കുവാനുള്ള തീവ്രമായ ശ്രമം നടത്തിയപ്പോൾ ആ ശ്രമത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് നിർബന്ധിതമായൊരു ഭാഗമുണ്ട്. അതെന്തായിരുന്നു? നിരന്തരമായി മദീനയിലേക്ക് എഴുത്തു വരികയാണ് മക്കയിൽ നിന്ന്. ആർക്കാണ് എഴുത്തു വരുന്നത്? മദീനയിലുള്ള യഹൂദ സഹോദരങ്ങൾക്ക്. അവരോട് ആവശ്യപ്പെടുന്നത് പുന്നാര നബി തങ്ങളെ വഞ്ചിച്ചു നിങ്ങൾ കൊന്നുകളയണമെന്നാണ്. നിരന്തരമായി ഈ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ ഇസ്ലാമിക ഉമ്മത്ത് ആവശ്യത്തിന് സജ്ജമാണെന്ന് മക്കക്കാരെ ബോധ്യപ്പെടുത്തിയേ മതിയാകൂ എന്നൊരു സാഹചര്യത്തിലാണ് ഹിജറ 1-ാം വർഷത്തിൽ 1-ാം ബദറിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 30 പേര് കടന്നു പോകുന്നത്. 300 പേരുമായി കടന്നു വരുന്ന അബൂജഹലിനെയും ടീമിനെയും നേരിടാൻ ഹംസ റളിയല്ലാഹു അൻഹു 30 പേരും കടന്നു ചെന്നു. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. ആ കടന്നു ചെന്ന് നടത്തിയ വാഗ്വാദങ്ങൾ മാത്രം മതിയായിരുന്നു. ഇസ്ലാമിക ഉമ്മത്ത് സജ്ജമാണ് മദീനയിൽ. പെട്ടെന്നൊന്നും ഈ ഉമ്മത്തിനെ അങ്ങ് കൊന്നുകളയാനോ ഇല്ലായ്മ ചെയ്യാനോ സാധ്യമല്ലെന്ന് ശത്രുചേരികളിലെ മുഴുവൻ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്താൻ പക്വമായ അതിശക്തമായൊരു മുന്നേറ്റമാണ് ഒരു യുദ്ധം നടത്താതെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചത്. രണ്ടാമത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു നിർണായകമായ മുന്നേറ്റമായിരുന്നു ബദറുൽ കുബറ എന്ന് പറയുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാൻ സമയം വൈകുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മുന്നേറ്റം കാലാകാലങ്ങളിലുള്ള സമൂഹത്തിന് പാഠം നൽകിയ വളരെ കാര്യങ്ങൾ സമ്മാനിച്ച ആ ബദറുൽ കുബറയ്ക്കു ശേഷം ഇസ്ലാമിക ഉമ്മത്തിനെ ഇല്ലായ്മ ചെയ്തേ അടങ്ങൂ എന്ന് തീരുമാനമെടുത്ത് ബദറിലേറ്റ പരാജയങ്ങൾക്ക് മുഴുവനും എണ്ണി കണക്ക് ചോദിക്കാനാണ് ഉഹദിലേക്ക് 1000 വരുന്ന ശത്രു സേനകൾ കടന്നു വരുന്നത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് തീർച്ചയായും സ്വഹാബത്തിനെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് നല്ലൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. മസ്ജിദു ശൈഖൈനി വരെ 1000 പേരെ നടത്തിക്കൊണ്ടുപോയി. ആ മസ്ജിദു ശൈഖൈനിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹബീബ് നടത്തിയ പ്രഭാഷണം, ഹബീബിൻ്റെ സ്ഥിരം സ്വഭാവം അതാണ്. ബദറിലേക്ക് പോകുമ്പോൾ മസ്ജിദു സുഖിയയിൽ വെച്ച് ഹബീബ് നടത്തിയ പ്രഭാഷണം. ആ പ്രഭാഷണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മുനാഫിക്കുകളായ ചില ആളുകൾ ഏതൊരു പ്രസ്ഥാനത്തെയും നശിപ്പിക്കാൻ ഏറ്റവും നല്ലത് അകത്തു തന്നെ ശത്രുക്കൾ ഉണ്ടാകുന്നതാണ്. അവർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികൾക്കിടയിൽ ചില കുപ്രചരണങ്ങൾ നടത്തുകയും തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുകയും അതുവഴി വിശുദ്ധ ഇസ്ലാമിൻ്റെ യുദ്ധത്തിന് പുറപ്പെടേണ്ടിയിരുന്ന
300 പേരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. ബാക്കി 700 പേരുമായിട്ടാണ് ഹബീബായ തങ്ങൾ ഉഹദിലേക്ക് ചെല്ലുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ്, ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ, അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന മഹാഗുരു, അവിടുന്ന് 50 പേരെ എടുത്തിട്ടു ജബലുർ റുമാത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടു പറഞ്ഞു, ആ ഭാഗത്തിലൂടെ ഒരാളും കടന്നു വരാൻ സാധിക്കരുത്, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കല്ല, ബാക്കി എല്ലാ ഭാഗവും ഭദ്രമാക്കി അള്ളാഹുവിൻ്റെ ഹബീബ് അതാ സ്വഹാബികൾ ബാക്കിയുള്ള 650 പേരെ ചേർത്തു നിർത്തിയിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാവുകയാണ്. അപ്പുറത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിം ആയിട്ടില്ലല്ലോ, അബൂ സുഫിയാൻ അന്ന് മുസ്ലിം ആയിട്ടില്ലല്ലോ. അങ്ങനെ ധാരാളം പ്രമുഖരായ ധാരാളം ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നു. ശക്തമായ പോരാട്ടം നടക്കുകയാണ്. വളരെ കൃത്യമായി സ്വഹാബികൾ അണിയൊച്ചു നിന്ന് നബി തങ്ങളുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് വളരെ ശക്തമായൊരു മുന്നേറ്റം നടത്തിയപ്പോൾ ശത്രുചേന ചിതറിയോടി. ഇനിയും മാർഗമില്ല, അവരെല്ലാവരും പേടിച്ചരണ്ട് തിരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികൾ ഗനീമത്ത് പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ നിക്ഷേപിച്ചിരുന്ന മഹാന്മാരായ 50 സ്വഹാബികൾക്കിടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വരികയാണ്. എല്ലാവരും മഹാന്മാർ, വലിയ മഹത്തുക്കൾ, അവർക്കിടയിൽ വരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഈ ഉമ്മത്തിന് എന്നും ഖൈറു മാത്രമാണ് നൽകുക. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികളിൽ ചെറിയൊരു വിഭാഗം ഒഴിച്ച് 13 പേരൊഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു, നമ്മുടെ കൂട്ടുകാർ പലരും വെട്ടേറ്റിട്ടുണ്ട്, പലർക്കും മുറിവ് പറ്റിയിട്ടുണ്ട്, പലരും വേദന കൊണ്ട് പടയുന്നുണ്ട്, അവരിതുവരെ യുദ്ധം ചെയ്യുകയാ, നമുക്ക് കാര്യമായിട്ട് മെയ്യനക്കൊന്നും വന്നിട്ടില്ല, നമ്മളിവിടെ വെറുതെ നിൽക്കല്ലേ, നമുക്ക് പോയി അവരെ സഹായിക്കാം, യുദ്ധം അവസാനിച്ചല്ലോ, ശത്രുക്കളൊക്കെ തിരിച്ചു പോയല്ലോ. കൃത്യമായ ന്യായമാണ് അവർ പറയുന്നത്. ഇജ്തിഹാദിൽ വന്ന ചെറിയ മാറ്റം മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷേ 13 പേര് പറഞ്ഞു, ഹബീബായ തങ്ങൾ ഇവിടെ നിൽക്കാനാ പറയുന്നത്, തങ്ങൾ പറഞ്ഞാൽ പിന്നെ അവിടെ ബുദ്ധിയോട് യോജിക്കുമോ ഇല്ലേ എന്ന ചിന്തയൊന്നുമില്ല, കാത്തിരിക്കുക, എപ്പോഴാണോ ഹബീബ് പറയുന്നത് വരെ കാത്തിരിക്കുകയല്ലാതെ മാർഗമില്ല. അങ്ങനെ കാത്തിരിക്കാൻ തയ്യാറായ അവർ, അപ്പുറത്ത് ഖാലിദ് ഇബ്നു വലീദ് ചില്ലറക്കാരനല്ല, ഹബീബായ തങ്ങളെപ്പോലെ തന്നെ മക്കയിൽ ജനിച്ചവരാണ്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖറാർ തങ്ങളെപ്പോലെ യുദ്ധമുറകൾ അറിയുന്നയാളാണ്. ഖാലിദ് ഇബ്നു വലീദ് പറഞ്ഞു, നമുക്ക് എന്താണ് പരാജയം വരാനുള്ള കാരണം? ആ നിൽക്കുന്ന 50 പേരാണ്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, കാരണം നമ്മൾ ആ മലമുകളിൽ നിന്ന് വരുന്ന അമ്പുകളെയും തടുക്കണം, മുന്നിലൂടെ വരുന്ന മുസ്ലിങ്ങളെയും തടുക്കണം, രണ്ടും കൂടി ഒരുമിച്ച് കഴിയാതെ വരികയാണ് എന്ന് പറയുമ്പോൾ ഖാലിദ് ഇബ്നു വലീദ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ നമുക്കും അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചാലോ? അവർ പറഞ്ഞു, 50 പേര് അമ്പുമായി കാത്തിരിക്കുന്നു, വളരെ കഴിവുള്ളവരാണ് അവർ അമ്പയത്തിൽ, അങ്ങോട്ട് കയറാൻ തന്നെ നമുക്ക് ടൈം കിട്ടില്ല. ഖാലിദ് പറഞ്ഞു, ഇല്ല, അല്പം വെയിറ്റ് ചെയ്തോളൂ, കുറെ കഴിയുമ്പോൾ യുദ്ധം അവസാനിച്ചു എന്ന് മനസ്സിലാക്കി അവർ താഴേക്ക് പോകും, ആ ചാൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ആ ചാൻസ് കാത്തിരുന്ന ഖാലിദിന്റെ മുന്നിൽ അതാ 37ഓളം ആളുകൾ താഴേക്കിറങ്ങുന്നത് കാണുകയാണ്. ഇനി ഒന്നും അഞ്ചില്ല. ഒരു ഭാഗത്ത് ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ നേർക്കുനേരെയുള്ള പടയാളികളും അതേ ജബലുർ റുമാത്തിന്റെ 2 ഭാഗത്തേക്ക് ആളുകളെ മാറ്റി നിർത്തി നേരെ മുകളിലേക്ക് ചാടിക്കേറിയ ഒരു കൂട്ടം അതാ 13 സ്വഹാബികളെ ആഞ്ഞുവെട്ടി അവർ താഴേക്ക് ഷഹീദായി വീഴുമ്പോൾ ഒരു വലിയ ഒറ്റയ്ക്കുള്ള പടയോട്ടമങ്ങ് നടക്കുന്നത്. തീർച്ചയായും അപ്രതീക്ഷിതമായൊരു സമയത്ത് സ്വഹാബികൾ ചിന്തിച്ചില്ല, പലരും ചിതറി ഓടുകയാണ്, എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്, വേദന കൊണ്ട് പടയുകയാണ്. ആ സമയത്ത് അവർ സ്വഹാബികളെ അഞ്ചു വെട്ടിക്കൊണ്ടിരിക്കുന്നു, ഓരോരുത്തരെയും ലക്ഷ്യം വെച്ച് വരികയാണ്. ആ സമയത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ കൊന്നുകളയാൻ ശത്രുക്കൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട നബി തങ്ങളെ അവർ വളഞ്ഞിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്ത് ഓരോ പ്രമുഖരായ സ്വഹാബികളെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമറുൽ ഖത്താബ്, സയ്യിദുനാ അബൂ ദുജാന, അങ്ങനെ തുടങ്ങിയ മഹാന്മാരായ സ്വഹാബികളെ വേറെ വേറെ അതാ വെട്ടി വീഴ്ത്താൻ അവരെ വളഞ്ഞിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ശക്തമായ പടയോട്ടത്തിനടുക്ക് ഒരു പ്രഖ്യാപനം കൂടി വന്നു, ഖുതില മുഹമ്മദുൻ, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദ്
ഷഹീദായിപ്പോയി. കേട്ടു നിൽക്കാൻ കഴിയാത്ത വചനമായിരുന്നില്ലേ അത്? സ്വാഭാവികമായും സ്വഹാബികളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ സങ്കടമുള്ളൊരു വാക്ക് മനുഷ്യർക്കാർക്കെങ്കിലും വരാറുണ്ടോ? പലരും പതറിപ്പോയ നിമിഷം, മുന്നോട്ട് പോകാൻ കഴിയാത്ത നിമിഷം, ഈ ഭൂമിയെ തന്നെ മറന്നു പോകുന്ന നിമിഷം, ലോകത്തെ തന്നെ മറന്നു പോകുന്ന നിമിഷം, ആ ഒരു സമയത്ത് ആ ഒരു സെക്കൻഡ് ഉപയോഗിച്ച് അവർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികളെ ആഞ്ഞു വെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നത്, സ്വഹാബികളെ ഓടി വരൂ, ഹബീബ് ദാ ഒരു കുഴിയിൽ വീണ് കിടക്കുകയാണ്. ഓടി വന്നു സ്വഹാബികൾ. ആ ശബ്ദം കേട്ട് ഹബീബിനെ ഇങ്ങ് വലിച്ചെടുക്കുമ്പോ ആ ശരീരത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു വലിയ കല്ല് വന്ന് വീഴുന്നത്. പുന്നാര നബി തങ്ങൾ നിർമ്മിച്ച അങ്കിയിൽ അത് വന്ന് പതിയുമ്പോ ആ അങ്കിയുടെ അടിഭാഗത്തുള്ള സ്ക്രൂ ഹബീബിന്റെ പല്ലിലേക്ക് ആഞ്ഞു കയറി. അവിടുത്തെ ഷറഫാക്കപ്പെട്ട പല്ല് ചിതറി വീണു. അവിടുത്തെ മുഖത്തിലൂടെ രക്തം കളകള വീഴാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട സ്വഹാബികൾ എന്തു ചെയ്യണമെന്നറിയാതെ പതറിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ, അങ്ങൊന്ന് മദീനയിലേക്ക് തിരിച്ചു പോകുമോ? ഞങ്ങൾ ഇവിടെ കിടന്ന് ഷഹീദാവാം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അബൂബക്കർ, എന്നെ നിങ്ങൾക്ക് പരിചയമില്ലേ? ഞാനൊരു ഭീവിനെ പോലെ മദീനയിലേക്ക് തിരിച്ചു പോകുമെന്ന് നീ ധരിക്കുന്നോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, എന്നോട് ക്ഷമിക്കണം. നമുക്കിവിടെ എല്ലാവർക്കും ഒരുമിച്ച് ഷഹീദാകേണ്ടി വന്നാലും നമുക്കതൊരു വിഷയമല്ലെന്ന് പറഞ്ഞ് അതിശക്തമായി രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടം. ആ പോരാട്ട ഭൂമിയിൽ നാം സ്മരിക്കേണ്ട അനസ് ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ പോരാട്ടമുണ്ട്. അംർ ഇബ്നുൽ ജമൂഹ് തങ്ങളുടെ ധീരോജ്ജലമായ പോരാട്ടമുണ്ട്. ഉമ്മു അമ്മാറയുടെ ധീര കഥകളുണ്ട് നമുക്ക് പറയാൻ. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. മഹാന്മാരായ 70 ശുഹദാക്കളുടെ ഓരോരുത്തരുടെയും അതിധീരമായ ചെറുത്തുനിൽപ്പിന്റെ ഉദാത്തമായ കഥകൾ വികാരഭരിതമായ നമുക്കത് പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അല്പം ദൂരെന്ന് ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് എന്താ? ഹബീബിന് നേരെ ചീറി വരുന്നു ശത്രുക്കൾ. മറ്റൊന്നും ചിന്തിച്ചില്ല. ആ ശത്രുവിന്റെ മുഖത്തേക്ക് ഒരൊറ്റ ചാട്ടമാണ് ആഞ്ഞങ്ങ് വെട്ടി. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാളെടുത്തു. ഇപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കയ്യിലും 2 വാളുകളാണ്. മുന്നിൽ കാണുന്നവരെ മുഴുവനും ആഞ്ഞു വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഹംസ ഒരു ഈറ്റപ്പുലിയെ പോലെ, തന്റെ പിതാവ് നൽകിയ പേരിനെ പോലെ അതാ ശത്രു ചേരിയെ മുഴുവനും അടിച്ചു വീഴ്ത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ആ സമയത്താണ് വഹ്ശി, അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. റളിയല്ലാഹു അൻഹു, അല്ലാഹു സ്വർഗത്തിൽ ചുംബിക്കാൻ ഭാഗ്യം നൽകട്ടെ. ഈ സംസാരിക്കുന്നതിൻ്റെ പേരിൽ അവിടുത്തെ വെറുപ്പ് നമുക്ക് നൽകാതിരിക്കട്ടെ. ചരിത്രം പറയുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യമുള്ളത്. സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു ഒരു പാവമാണ്. അദ്ദേഹം ജീവിതത്തിൽ സന്തോഷമറിയാതെ ഹിന്ദിന്റെ അടിമയായി ജീവിക്കുകയാണ്. ആ പാവപ്പെട്ട സഹോദരന് അബിശീരിയയിൽ നിന്ന് വന്ന ആ സഹോദരന്റെ ജീവിതത്തിൽ ഒരു വലിയ അഭിലാഷമുണ്ട്. എന്നെങ്കിലും ഞാനൊന്ന് സ്വതന്ത്രനായി കിട്ടുമോ, എന്നെങ്കിലും എനിക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുമോ, ഇത് മാത്രം സ്വപ്നം കണ്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ഓഫർ വരുന്നത്. ഹിന്ദിന്റെ പിതാവിനെ ഹംസ റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് കൊന്നിട്ടുണ്ട്. അതിനു പകരമായി ഹംസയെ നിങ്ങൾ വധിക്കുമെങ്കിൽ ഈ ബഹുമാനപ്പെട്ട വഹ്ശി നീ സ്വതന്ത്രനാണെന്ന് പറയുമ്പോ, സ്വതന്ത്രമായി അടിമത്തമില്ലാതെ ആരുടെയും കാല് പിടിക്കാതെ സ്വന്തം കിടന്നുറങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അടിമച്ചങ്ങലയിൽ നിന്നൊന്ന് മോചം കിട്ടുക എന്നത് മനസ്സിൽ തറച്ച ആ വഹ്ശി മറ്റൊന്നും ആലോചിച്ചില്ല. തനിക്ക് ഏറ്റവും പ്രാവീണ്യമുള്ള ചാട്ടുളി തയ്യാർ ചെയ്തു. കാത്തിരിക്കുകയാണ് ഒരു അവസരത്തിന് വേണ്ടി. പലപ്പോഴും പാത്തും പതുങ്ങിയും നിൽക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത്രയും ശക്തമാണ്, തീഷ്ണമാണ് ആ നോട്ടം. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പലതവണ അടുത്തേക്ക് എത്തിയെങ്കിലും വഹ്ശിക്ക് ധൈര്യം വരാഞ്ഞിട്ട് തിരിച്ചു നിൽക്കുമ്പോഴാണ് ശത്രുക്കൾ ചുറ്റുഭാഗത്തും വളഞ്ഞിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ഓരോ ഭാഗത്തും തിരിഞ്ഞും മറിഞ്ഞും ശത്രുക്കൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. മാറു നിവർന്നു നിന്ന് 2 ഭാഗത്തും പടവാളുകൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഹംസയുടെ റളിയല്ലാഹു അൻഹു നെഞ്ചു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടനെഞ്ചിന്റെ താഴ്ഭാഗത്തേക്ക് ചാട്ടുളിയുടെ ഒരൊറ്റേറങ്ങെറിഞ്ഞതാ.
വഹ്ശിയുടെ ആ ചാട്ടുളിയേറ്റ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് അത് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ടവര് നേരെ അങ്ങ് മുഖം കുത്തി വീണുപോയി. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ നിമിഷം ആ ചാട്ടുളി ശരീരത്തിലേക്ക് ആർന്ന് കേറുകയാണ്, രക്തം കളകള വീഴുകയാണ്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു പക്ഷേ അടങ്ങി നിന്നില്ല, ഓർത്തുപോയി ഹബീബിനെ. ചാടിയങ്ങ് എണീറ്റു, തന്റെ വാളങ്ങ് കയ്യിൽ പിടിച്ചതാണ്. വലതുഭാഗത്തുള്ളൊരു ശത്രു ഈ തക്കം നോക്കി ഹംസ റളിയല്ലാഹുവിന്റെ വലത് കൈയിന് വിട്ടുകൊടുക്കുന്നു. ആ കയ്യ് ആ വാളോടുകൂടി തെറിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ടവർ തന്റെ ഇടതുഭാഗത്ത് കുത്തിയിട്ട് എണീക്കാൻ ശ്രമിക്കുമ്പോ ഇടതുഭാഗത്തൊന്നും ഒരേ സമയത്ത് വിട്ടുവരികയാണ്. തന്റെ രണ്ട് കൈകൾ അതാ രണ്ടു ഭാഗത്തിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ രണ്ട് കൈകളുമില്ലാത്ത ഹംസ റളിയല്ലാഹു അൻഹു വെച്ച് ചാടി എണീക്കുകയാണ്. ഹബീബിന്റെ ചാരത്തേക്കൊന്നെത്തിക്കിട്ടുമോ? നബി തങ്ങൾക്ക് വേണ്ടി ഒരു പരിചയമായി അവിടത്തേക്ക് വരുന്ന വെട്ടുകൾ ഏറ്റുവാങ്ങാൻ കഴിയുമോ? ഈ ഒരു ലക്ഷ്യം മാത്രം വെച്ച് നിൽക്കുമ്പോ പെട്ടെന്നതാ ശത്രുക്കൾ കടന്നു വന്നിട്ട് രണ്ടു ഭാഗത്തും ഒരേ സമയം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് വെട്ടുകയാണ്. രണ്ട് കൈയില്ലാത്ത കാലില്ലാത്ത ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അതാ രണ്ടാങ്കളത്തിൽ പെടഞ്ഞു വീഴുമ്പോ മഹാനവറുകൾ കിടക്കുന്ന രംഗം കണ്ടിട്ട് ആവേശം കൊണ്ടിരിക്കുന്ന ആ ശത്രുക്കൾ ചുറ്റുഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അഞ്ഞുവെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു പതറുന്നില്ല, അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. ഉറക്കെ ഷഹാദത്ത് വിളിച്ചു പറയുകയാണ്. ഇത് ശത്രുക്കളെ വല്ലാതെ പ്രകോപിതനാക്കുകയാണ്. അപ്പോഴാണ് വഹ്ശി വേഗമോടി. ആ വഹ്ശിക്ക് ഹംസയോട് വെറുപ്പില്ല, ഇസ്ലാമിനോട് പോലും യഥാർത്ഥത്തിൽ വഹ്ശിക്ക് വെറുപ്പില്ല. വഹ്ശിയുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമാണുള്ളത്, എനിക്ക് സ്വതന്ത്രയാവണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. ഓടിച്ചെന്ന ഹിന്ദിനോട് പറഞ്ഞു, എന്നെ സ്വതന്ത്രയാണെന്ന് പ്രഖ്യാപിക്കൂ, ഞാനിതാ നിങ്ങൾ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു. എന്തിനാവേശം മൂക്കുകയാണ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. എന്തിനന്നത്ത് ആവേശത്തോടു കൂടി ഓടി വരുന്നു ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. രണ്ട് കൈയില്ലാതെ രണ്ട് കാലില്ലാതെ അതാ രക്തം ചീറ്റി ഇവന് വേണ്ടി പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താ നെഞ്ചിലങ്ങ് കേറി എന്നിട്ട് വഹ്ശിയോട് പറയുന്നുണ്ട്, വഹ്ശി ഈ ചാട്ടുളി പറിച്ചെടുക്കൂ. വഹ്ശി പറഞ്ഞു, ഇല്ല, എനിക്കതിന് കഴിയില്ല. എന്താണ് നിങ്ങൾ പേടിക്കുന്നത്? ഹംസക്ക് കയ്യിലല്ലോ രണ്ട് കാലിലല്ലോ, പിന്നെ ഹംസ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വഹ്ശി പറഞ്ഞു, ഹംസക്ക് കയ്യില്ലെങ്കിലും കാലില്ലെങ്കിലും ആ തീഷ്ണമായ കണ്ണിന്റെ നോട്ടം എന്നെ തളർത്തുന്നു. ഞാൻ അങ്ങോട്ട് വരില്ല, ഞാൻ അങ്ങോട്ടില്ലെന്ന് പറയുമ്പോ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തറച്ചു കിടക്കുന്ന ചാട്ടുളി ഇന്ന് ഒരു മറിയ മരം അതാ പഴുകിയെടുക്കുന്ന ലാഘവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പറിച്ചങ്ങെടുത്തപ്പോ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ കഥാ നെഞ്ചു പിളർന്ന് രക്തം കളകള വീടുകൊണ്ടിരിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു എപ്പോഴും ചിരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഹിന്ദേ, ഞാൻ നിന്റെ പിതാവിനെ കൊന്നത് ശരിയാണ്. ആ പിതാവിനെ പക്ഷേ ഞാൻ കൊന്നത് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അദ്ദേഹം, നിനക്കറിയാം. ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും വാക്ക് തർക്കം വന്നില്ല, ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ നിന്റെ പിതാവ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ആക്രമിക്കാൻ വരുമ്പോ അവിടെ കൂട്ടുകാരനാണെന്ന് കരുതി, സ്നേഹിതനാണെന്ന് കരുതി മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദേ, ഞാൻ എന്റെ പിതാവിനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു പകരം നീ എത്ര തവണ എന്നെ കൊന്നാലും എനിക്കതിൽ പരിഭവമില്ല. പക്ഷേ ഞാൻ ചെയ്തത് എൻ്റെ ഹബീബിന്റെ നിലനിൽപ്പിനായിരുന്നുവെങ്കിൽ, എൻ്റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ നിലനിൽപ്പിനുമായിരുന്നുവെങ്കിൽ ഞാൻ അതിൽ 100% അഭിമാനിക്കുന്നു എന്ന് ആ കിടന്ന കിടപ്പിലും സയ്യിദുനാ ഹംസത്തുൽ കർറാർ തങ്ങൾ പറയുമ്പോ എന്തിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹിന്ദദാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്താഞ്ഞടിക്കുകയാണ്. രണ്ടു ഭാഗത്തും ഇങ്ങനെ അടിച്ചുകൊണ്ടവള് വല്ലാതെ വികാരഭരിതമാകുമ്പോഴും ഹംസ റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്. അവിടെ നിന്ന് കരയുന്നില്ല, സങ്കടപ്പെടുന്നില്ല, ഭാവഭേദം വരുന്നില്ല. മനസ്സ് മുഴുവനും
ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ച സന്തോഷത്തിലാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആ പുഞ്ചിരി അങ്ങ് കണ്ടപ്പോ താങ്ങാനങ്ങ് കഴിയാതെ നീ ഇനി ചിരിക്കില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അതാ രക്തമെടുത്ത് തന്റെ തലയിൽ പുരട്ടുന്നുണ്ട്. ഞാൻ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ നീ വധിച്ച സമയത്തെടുത്തൊരു പ്രതിജ്ഞയുണ്ട്, അതിനു പകരം ചോദിക്കുന്നത് വരെ ഞാനൊരു സുഖവും അനുഭവിക്കുകയില്ല, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുകയില്ല, എൻ്റെ തലമുടിയിൽ ഞാൻ എണ്ണ തേക്കുകയില്ല. അന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്ന എൻ്റെ ഈ നിരാഹാരത്തിന് ഇന്നിതാ നിന്റെ രക്തം കൊണ്ട് ഞാൻ അവസാനം കുറിക്കുന്നു എന്ന് പറഞ്ഞ് ഹംസത്തുൽ ഖറാർ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട രക്തം നെഞ്ചിൽ നിന്നെടുത്തിട്ട് തൻ്റെ തലമുടിയിൽ പരട്ടുകയും നാവിലേക്ക് വെച്ച് ആനന്ദം കൊള്ളുകയും ചെയ്യുമ്പോഴും സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുകയാണ്. ആ സമയത്ത് ഷദാ എന്ത് ദേഷ്യത്തിന്റെ കടുപ്പം കൊണ്ട് ഇപ്പോഴും നീ ചിരിക്കുന്നുവല്ലേ എന്ന് പറഞ്ഞ് ആ ചിരിയോട് അവസാനിക്കുമെന്ന് പറഞ്ഞ് ആ പരിശുദ്ധമായ നെഞ്ചിലേക്ക് കൈയങ്ങ് താഴ്ത്തി ജീവനുള്ള ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പച്ച കരളങ്ങ് പറിച്ചെടുത്ത് ചവച്ചു തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പത്യവൻ ഹംസത്തുൽ ഖറാർ തങ്ങളുടെ കരളു പറിച്ചെടുത്ത് തുപ്പുമ്പോഴും അവിടുന്ന് വഫാത്തായിട്ടില്ല. ആ സമയത്ത് ആ കരള് പറിച്ചു തുപ്പുന്നത് കാണുമ്പോഴും അവിടുത്തെ മുഖത്ത് പുഞ്ചിരിയാണ്. ദേഷ്യമടക്കാൻ കഴിയാതെ ആ പെൺകുട്ടി ആ സഹോദരനെ എടുക്കുകയാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ജബലുർ റുബാത്തിന്റെ താഴോരത്ത് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. ആ പരിശുദ്ധമായ തലയെടുത്തൊരു പാറയിൽ വെക്കുന്നുണ്ട്. ചരിത്രം പറയുന്നത് എങ്ങനെയാണ് ഹിന്ദിന് അത്രയും വലിപ്പമുള്ളൊരു പാറ പറിച്ചെടുക്കാൻ കഴിയുന്നത് എന്ന. അത്രയും വലിപ്പമുള്ളൊരു പാറയങ്ങ് പറിച്ചെടുത്തിട്ട് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ തലയിലേക്ക് ആഞ്ഞെറിയുമ്പോ രണ്ടു പാറക്കല്ലുകൾക്കിടയിൽ കിടന്ന് പ്രിയപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ തലയൊട്ടിയും മുഖവും അതാ ചിന്നിച്ചിതറിക്കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഉഹുദ് രണാങ്കളം അവസാനിക്കുന്നു. ചരിത്രം ഞാൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്തൊരവസ്ഥയാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിലൂടെ രക്തമൊഴുകുകയാണ്. ഈ കണ്ണിലൂടെ രക്തമൊഴുകുന്നു, പല്ലിലൂടെ രക്തമൊഴുകുന്നു, കയ്യിലൂടെ രക്തമൊഴുകിക്കൊണ്ടിരിക്കുമ്പോ താങ്ങാൻ കഴിയാത്ത വേദന കൊണ്ട് ഇല്ല ഫീ സബീലില്ലാഹി മലഖീതി. കയ്യേ, നിനക്കൊന്ന് സമാധാനിച്ചുകൂടെ, നിനക്കൊന്ന് സമാശ്വസിച്ചുകൂടെ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ വെട്ടേറ്റതെന്ന് പറഞ്ഞ് സ്വന്തം കയ്യിനോട് സമാധാനിപ്പിക്കുന്ന അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ മുന്നിലേക്ക് ഓടി വരുന്നുണ്ട്. മദീനയിലെ സ്ത്രീകൾ ഹബീബ് വഫാത്തായി പോയെന്നാണ് അവർ കേട്ടത്. പുന്നാര നബിയില്ലാത്ത ലോകത്തെങ്ങനെ ജീവിക്കും? അവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല. ബുദ്ധിയുടെ നിയന്ത്രണങ്ങളൊക്കെ വിട്ട് ഓടി വരികയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ദൂരെ സഫിയ ബീവിയെ കണ്ടു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് സഫിയ. ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ വളരെ സംഭാവനകൾ ചെയ്ത മഹദിയാണ്. ആ സഫി എങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സുബൈർ, ഉമ്മയാണ് വരുന്നത്, ഒന്ന് തടഞ്ഞു നിർത്ത്, ഉമ്മാനങ്ങോട്ട് വിടല്ല. ബീവി സഫിയ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടി സുബൈർ റളിയല്ലാഹു അൻഹു, ഉമ്മ വരല്ല, മാറി നിൽക്കടോ, എന്റെ ഹബീബ് എവിടെ? ഹബീബിനെന്തു പറ്റി? അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബാണ് നിങ്ങളോട് മാറി നിൽക്കാൻ പറയുന്നത്, അതുകൊണ്ട് ഉമ്മ വരല്ല എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷറഫാക്കപ്പെട്ട നിർദ്ദേശത്തിന്റെ മുന്നിൽ ബീവി സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നു, പടച്ചവനെ, എൻ്റെ മകൻ ഇത്ര വിവരമില്ലാത്തവനായി പോയല്ലോ. മോനെ, നിനക്കറിയോ അല്ലാഹുവിൻ്റെ ഹബീബ് എന്തുകൊണ്ടാണ് നീ മുന്നിട്ട് വരരുത് എന്ന് പറയുന്നത്? ഞാൻ അല്പം കൂടി അങ്ങ് നടന്നാൽ എനിക്ക് കാണാനുള്ളൊരു രംഗമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഹംസ ഉഹദിലൂടെ ഇങ്ങനെ ഓടി ശത്രു നേരെ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ വൈഷിയുടെ ചാട്ടുളിയേറ്റ് എൻ്റെ ഹംസ വീഴുമ്പോ ജീവന് വേണ്ടി പിടയുന്ന എൻ്റെ ഹംസയുടെ രണ്ട് കൈകൾ രണ്ടാളെടുത്ത് നൃത്തം ചവിട്ടുന്നുണ്ട്, രണ്ട് കാലുകൾ രണ്ടുപേരെടുത്ത് നൃത്തം ചവിട്ടുന്നുണ്ട്. കൈയില്ലാത്ത കാലില്ലാത്ത ഹംസയുടെ നെഞ്ചു വളർത്തിയിട്ട് രക്തമെടുത്തിട്ട് അഭിഷേകം നടത്തുന്നുണ്ട്. എൻ്റെ ഹംസയുടെ കരള് അതാ ഇന്തിങ്ങനെ ചവച്ച് ചവച്ചു തുപ്പിക്കൊണ്ടിരിക്കുന്ന രംഗം അത് കണ്ടാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കരുതിയാണ് എൻ്റെ ഹബീബനോട് വരുതെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഹബീബിനെ കണ്ടേ മതിയാകൂ. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുസാന്നിധ്യത്തിൽ അങ്ങ് ചെന്നിട്ട്, നബിയേ, എൻ്റെ ഹംസയുടെ കൈ നഷ്ടപ്പെട്ടാലും, ഹംസയുടെ കാല് നഷ്ടപ്പെട്ടാലും, ഹംസയുടെ കരള് മുറിക്കപ്പെട്ടാലും, എൻ്റെ ഹംസയുടെ കരള് പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയാലും, എൻ്റെ ഹംസയുടെ തലയോട്ടി രണ്ടു പാറക്കല്ലുകൾക്കിടയിലിട്ട് അതാ ചിന്നിച്ചെതറി നശിപ്പിച്ചാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ അങ്ങയുടെ കണ്ണിലൂടെ രക്തമൊഴുകുന്നല്ല നബിയേ, അങ്ങയുടെ പല്ലിലൂടെ രക്തമൊഴുകുന്നല്ല ഹബീബ്, അങ്ങയുടെ കയ്യിലൂടെ രക്തമൊഴുകുന്നല്ല നബിയേ, ഇത് താങ്ങാൻ എനിക്ക് കെൽപ്പില്ല എന്നു പറയുന്ന വികാര നിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച എത്രയെത്ര അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഉഹദിന്റെ ഓർമ്മയിൽ ഇൻഷാ അല്ലാഹ് മഹാനായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നമ്മൾ നെഞ്ചുപൊട്ടി റബ്ബിനോട് കരയുകയാണ്. ആ രക്തത്തുള്ളികൾ മുഴുവനും സമ്മാനിച്ചത് എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. മറന്നു പോകരുതേ കൂട്ടുകാരെ. അല്ലാഹുവിൻ്റെ ഹബീബും അവിടുത്തെ സ്വഹാബികളും അവരോട് ആർക്കും വിരോധമില്ല. നമ്മളൊന്ന് സ്വർഗത്തിലെത്തണം, നമ്മളൊന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന കൊതി കൊണ്ട് മാത്രമാണ് അവരൊക്കെ ഈ ത്യാഗങ്ങൾ മുഴുവനും സഹിച്ചതെങ്കിൽ ആ ത്യാഗത്തിന്റെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ നമുക്ക് നന്നാവണം, എനിക്ക് നന്നാവണം, എനിക്ക് രക്ഷപ്പെടണം റബ്ബേ എന്ന ഒരു തിരിച്ചറിവ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.